ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. ഇന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് കലാക്കണ്ട് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ സാധാരണ ഈ സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് നല്ല ടൈം ടേക്കിംഗ് ആണ്, പക്ഷെ നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. പക്ഷേ അത്രയും ടൈം സ്പെൻഡ് ചെയ്യാനില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി. ഇവിടെ അപ്പം 400 ഗ്രാംസ് പനീർ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ആ പനീരൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല, ആദ്യമേ ഇതൊന്ന് ഇട്ടതിന് ശേഷം ഓൺ ആക്കിയാൽ മതിയാവും. ഇനി അതിലേക്ക് ഒരു 300 ഗ്രാംസ് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ 1/4 കപ്പ് മിൽക്ക് പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കാം. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഫ്ലെയിം നമ്മൾ ലോ ടു മീഡിയമിൽ വെച്ചാൽ മതിയാവും, ഹൈയെ വെക്കാൻ പാടില്ല, പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇച്ചിരി കഴിയുമ്പോൾ ഈ മിൽക്ക് മെയ്ഡൊക്കെ ഇതുപോലെ മെൽറ്റായി തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ബബിൾസ് വരാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണം നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റും ഒരു സ്റ്റിക്കി ടെക്സ്ചറൊന്നും ഇല്ലാതെ കിട്ടും. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ ചെറുതായിട്ടൊരു സ്റ്റിക്കി ടെക്സ്ചർ ഉണ്ടെന്നേ ഉള്ളൂ. നെയ്യ് ചേർത്ത് കൊടുത്താൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നെയ്യ് വേണ്ടാത്ത ആൾക്കാർ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി, ടേസ്റ്റിനും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ തിക്കായതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒരു ട്രേക്കകത്തോട്ട് ബട്ടർ പേപ്പർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ, അതിലേക്കാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസി ഇങ്ങനെ ആയിരിക്കണം. അതിനുശേഷം നമുക്കതൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്കൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒരു 2 or 3 hours സെറ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം മാത്രം മുറിച്ചാൽ മതിയാവും. അപ്പോൾ ഇത് സെറ്റായതിന് ശേഷമുള്ളതാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അങ്ങ് മുറിച്ചെടുത്താൽ മതി. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സ്വീറ്റും കൂടെയാണ്. അപ്പം പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. ഇതിൻ്റെ ഒറിജിനൽ പ്രോസസ്സ് കുറച്ച് ടൈം ടേക്കിംഗ്, പാലൊക്കെ നമ്മൾ കുറുക്കിയെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ഇനി ഒരിക്കൽ എപ്പോഴെങ്കിലും അതിങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെയും കൂടെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാവേ. സമയമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് അന്ന് കഴിച്ചതിനെക്കാട്ടിലും പിറ്റേ ദിവസമാണ് ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടത്, ടേസ്റ്റ് കൂടുതലും തോന്നിയത്. അപ്പോൾ ഇത് ഞാനൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.